പിണറായി വിജയൻ ഇരട്ടച്ചങ്കനല്ല, ഇരട്ടത്താപ്പനാണ്. 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റുന്ന ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് വി.ഡി. സതീശൻ. എല്ലാ ഏകാധിപതികളും ഭീരുക്കളാണ്. അതിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് പിണറായി വിജയൻ. ഹിറ്റ്ലറും സ്റ്റാലിനും പിണറായിയും ഒരേപോലത്തെ ഏകാധിപതികളാണ്. ഈ ഏകാധിപതികളൊക്കെയും ഭരിക്കുന്നത് ഭയമാണ്. അതാണ് മുഖ്യമന്ത്രി തന്റെ ഇന്റർവ്യൂവിനെ പോലും പേടിക്കുന്നതെന്നും പോലീസിനെ കൊണ്ട് അത് നീക്കിച്ച ഭീരുവാണ് പിണറായി വിജയൻ എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. UDF സ്ഥാനാർത്ഥി MR ബൈജുവിന്റെ മലയങ്കിഴി ജംഗ്ഷനിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊള്ളക്കാരെയും കവർച്ചക്കാരെയുമാണ് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകന് വന്ന സമൻസ് ഇപ്പോൾ എങ്ങോട്ട് പോയി എന്നറിയില്ല. കേന്ദ്രം ഭരിക്കുന്ന ആളിന്റെ അനിയനാണ് കേരളം ഭരിക്കുന്നത് എന്ന് പരിഹാസപൂർവ്വം വി.ഡി. സതീശൻ പറഞ്ഞു. BJPയും CPMും ചേർന്നാണ് പലയിടത്തും ഡീൽ നടത്തുന്നത്. മലമ്പുഴയും കൊങ്ങാട് ഉൾപ്പെടെയുള്ള എല്ലായിടത്തും UDF വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും മുഖ്യമന്ത്രി വീണിടത്ത് കിടന്ന് ഉരുളുകയാണെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മലയങ്കിഴി കാട്ടാക്കടയിൽ നിന്നും UDF MLA നിയമസഭയിൽ ഉണ്ടാകുമെന്നും അത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ ശശിധരൻ നായർ, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സ്ഥാനാർത്ഥി എൻ്റെ അനുജൻ ശ്രീ MR ബൈജു, പ്രിയപ്പെട്ട ശ്രീ പാലോട് രവി, പ്രിയപ്പെട്ട ശ്രീ ചെറിയാമ്പൽ ഉൾപ്പെടെ ശ്രീ മണികണ്ഠൻ ഉൾപ്പെടെ വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശ്രീ വേണുഗോപാൽ, മലയങ്കിരി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മളൊരു വലിയ പോരാട്ടത്തിന്റെ നടുവിലാണ്. ഈ പോരാട്ടം നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. ഈ ദുർഭരണത്തിന് അന്ത്യം കുറിക്കാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുക. ഈ കേരളത്തെ കുട്ടിച്ചോറാക്കിയ, കേരളത്തെ തകർത്തു തരിപ്പണമാക്കിയ ഈ സർക്കാരിനെതിരായ ജനരോഷം കേരളമെമ്പാടും ഉയരുകയാണ്. സകല രംഗത്തും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റാണ് കേരളം. നമ്മൾ സർക്കാരിനെ വിമർശിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ജനങ്ങളോട് പറഞ്ഞു: എവിടെയെല്ലാമാണ് ഈ സർക്കാർ കേരളത്തെ തകർത്തത്, അവിടെയെല്ലാം നമ്മൾ നമ്മുടെ കേരളത്തെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കും. നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും മതേതരത്വവും ഊട്ടിയുറപ്പിക്കാൻ കരുത്തുറ്റ ശബ്ദമായി മാറിയ, പ്രത്യേകിച്ചും വർഗീയതയ്ക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഈ വേദി പങ്കിടുമ്പോൾ തീർച്ചയായിട്ടും ഹൃദയം കൊണ്ട് നമ്മൾ അഭിമാനപൂരിതമാവുകയാണ്. ഞാൻ മറ്റൊന്നും പറയുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണം നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ വിരാമം കുറിക്കപ്പെടാൻ പോവുകയാണ്. പുതിയ യുഗം പിറക്കാൻ പോവുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പുതിയുഗ യാത്രയുമായി നമ്മുടെ ഇടങ്ങളിലൂടെ കടന്നു വന്നപ്പോ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഓരോ മേഖലയിലും വിശദീകരിച്ചതാണ്.